നമസ്കാരം, ഞാനാണ് സജിത്ത് മേശ്വര. കഴിഞ്ഞ ദിവസം മുന്നേ എൻ്റെ ഫേസ്ബുക്ക് അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഫേസ്ബുക്കിൽ ഞാൻ അതിസുരക്ഷ സെക്യൂരിറ്റി ഫീച്ചറൊക്കെ ഓണാക്കിയതിന് തൽക്കാലം ഞാൻ രക്ഷപ്പെട്ട്. എൻ്റെ അക്കൗണ്ട് 2 പ്രാവശ്യം ഒരേ രീതിയിൽ ആളുകൾ ഹാക്കിംഗ് ചെയ്യാൻ ശ്രമിച്ചു. പക്ഷേ ഫേസ്ബുക്ക് എനിക്ക് മുൻകൂട്ടി വാർണിംഗ് തന്നു. എന്താ പറയുക, വരുന്ന OTP ഒന്നും തിരിച്ച് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. നിങ്ങളെ അക്കൗണ്ട് 2 ദിവസത്തേക്ക് ഞങ്ങൾ സുരക്ഷയുടെ മാർഗമായിട്ട് തടഞ്ഞു വെക്കുന്നത്. പക്ഷേ എന്നാലും എൻ്റെത് തടഞ്ഞു വെച്ചിട്ടൊന്നുമില്ല. എനിക്ക് ഈ വീഡിയോ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു വരുന്നത് എന്താ വെച്ചാൽ, നമ്മൾ ഫേസ്ബുക്കിൽ കാണുന്ന പിന്നെ നമുക്ക് പരിചയമില്ലാത്ത, അതായത് ഈ ഇൻവെസ്റ്റ്മെന്റിനും ട്രേഡിങ്ങിനൊക്കെ ആളുകൾ നമ്മളിപ്പോൾ ഒരു മെസ്സഞ്ചർ ഒരു മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഹലോ ഹായ് അവരിങ്ങോട്ട് അയക്കും. പിന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയാണ് എന്ന് ചോദിച്ചിട്ട് പിന്നെ മെസ്സേജ് വരും. അപ്പം നമ്മൾ അതിനനുസരിച്ച് മറുപടി കൊടുക്കുക. അപ്പം എന്താ പറയുക, അങ്ങനെയൊക്കെ ഞാൻ ചെയ്തു. അങ്ങനെ എനിക്ക് വന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ മെസ്സഞ്ചറിൽ ഹായ് തന്നു. അപ്പം ഇംഗ്ലീഷിലാണല്ലോ ഹായ് വന്നത്. അപ്പം ഇന്നത്തെ ദിവസം എങ്ങനെയാണ്, ഇവിടെ ഫൈൻ എന്ന് പറഞ്ഞു. അപ്പം നിങ്ങളെ എൻ്റെ മൊബൈൽ നമ്പർ ചോദിച്ചു. മൊബൈൽ നമ്പർ കൊടുത്തു. മൊബൈൽ നമ്പർ കൊടുത്ത പാട് തന്നെ എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് വന്നു. അത് കഴിഞ്ഞു എനിക്ക് ടെക്സ്റ്റ് മെസ്സേജായിട്ട് ഇൻബോക്സിൽ ഒരു OTP വന്നു. OTPൻ്റെ നമ്പർ മാത്രം ഞാൻ പറഞ്ഞു കൊടുത്തു, വേറെ ഒന്നും പറഞ്ഞു കൊടുത്തില്ല. എൻ്റെ മുന്നേ വന്ന ചില കോഡുകളുണ്ട്, അത് പറഞ്ഞു കൊടുത്തില്ല. അപ്പം ഇവരെന്ത് പണി ചെയ്തു, ആ നമ്പർ വെച്ചിട്ട് എൻ്റെ FB ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു. ആ ഉടനായിട്ട് എനിക്ക് നോട്ടിഫിക്കേഷൻ വന്നു ഫേസ്ബുക്കിൽ, നിങ്ങളെ അക്കൗണ്ട് 2 പ്രാവശ്യം ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ചു എന്നും പറഞ്ഞിട്ട്. അപ്പം നിലവിൽ ആ എനിക്ക് വാട്സപ്പിൽ വന്ന നമ്പറിൽ ഞാൻ വീഡിയോ കോൾ ചെയ്ത സമയത്ത് ഒരാണുങ്ങളെ ശബ്ദമാണ്. ഇവരെ തുടക്കം എന്താ വെച്ചാൽ അസ്സലാമു അലൈക്കും എന്നും പറഞ്ഞാണ് തുടങ്ങിയത്. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ തിരിച്ചു അതിനുള്ള മറുപടി കൊടുത്തു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഫേക്ക് അക്കൗണ്ട് അല്ല, ഞാൻ റിയൽ ആയിട്ടുള്ള അക്കൗണ്ടാണ്. അപ്പം ഞാൻ ഇതൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അങ്ങനെ അതെല്ലാം എൻ്റെ ഭാഗ്യവശാൽ ഫേസ്ബുക്ക് എനിക്ക് ഇങ്ങോട്ട് എന്നോട് ചോദിച്ചു, നിങ്ങളുടെ അക്കൗണ്ട് എങ്ങനെയാണ് ഹാക്ക് ചെയ്തതെന്ന് വെച്ചാൽ കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടാണ്. അപ്പം എന്നോട് ചോദിച്ചു, ഫേസ്ബുക്ക് ഇംഗ്ലീഷിലാണ് മെസ്സേജ് നോട്ടിഫിക്കേഷൻ വന്നത്. അതായത് പിന്നെ നിങ്ങളുടെ ഫോണിലാണോ അക്കൗണ്ട് ഉപയോഗിക്കുന്നത്, നമ്മുടെ കമ്പ്യൂട്ടറിലല്ല, ഫോണിലാണ് ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നത്. അപ്പം ഫേസ്ബുക്കിന് ഞാൻ പറഞ്ഞപ്പം ഫേസ്ബുക്കിന് മനസ്സിലായി ഇത് ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. അപ്പം അതോടനുബന്ധിച്ച് എനിക്ക് ഫേസ്ബുക്ക് തന്നെ ഒരു അതിസുരക്ഷ ചെയ്യാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്ക് ഒരു ഓപ്ഷൻ തന്നു. അതിൽ കയറി ക്ലിക്ക് ചെയ്തു. കാര്യങ്ങളൊക്കെ സുരക്ഷാ സംവിധാനങ്ങളെല്ലാം ഓണാക്കി വെച്ചതാ, ഒരു കുഴപ്പമില്ല. എന്നിട്ട് ഞാൻ ഈ വ്യക്തിയായിട്ട് ഞാൻ പിന്നെ കോണ്ടാക്ട് തുടർന്നു. അപ്പം വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോള് ആണുങ്ങളെ ശബ്ദമാണ്, പെണ്ണുങ്ങളെ പ്രൊഫൈൽ വെച്ചിട്ടാണ്, പെണ്ണുങ്ങളെ ഫോട്ടോ വെച്ചിട്ടാണ് പ്രൊഫൈൽ ഉണ്ടാക്കിയത്. ആ പ്രൊഫൈലിൻ്റെ പേരൊക്കെ ഞാൻ ഇതിൻ്റെ പിന്നെ കൃത്യമായിട്ട് ഞാൻ ഇതിൽ ടൈപ്പ് ചെയ്തിടുന്ന. അപ്പോൾ ഈ പ്രൊഫൈലായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും അക്കൗണ്ട് ഷെയർ ചെയ്തിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് അവരെ അൺഫ്രണ്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ ഫേസ്ബുക്ക് എനിക്ക് 2 പ്രാവശ്യം വാണിംഗ് തന്നതാണ്. എന്താ വെച്ചാൽ നിങ്ങളെ അക്കൗണ്ട് ആരോ ഹാക്ക് ചെയ്യാൻ ശ്രമിച്ച സമയത്ത് എനിക്ക് ഇവരായിട്ട് ഞാൻ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അതിനുപരിയാണ് ഇവർ ഫേസ്ബുക്കിൽ ഈ പണി കാണിച്ചത്. അപ്പം എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ ഇതിൽ എൻ്റെ നാട്ടുകാരുണ്ട് ഇവരെ ഫ്രണ്ട് ലിസ്റ്റിൽ. കോഴിക്കോട് ജില്ലയിലെ ഒരുപാട് ആൾക്കാരുണ്ട് ഇവരെ ഫ്രണ്ട് ലിസ്റ്റിൽ. അപ്പോൾ ശ്രദ്ധിക്കുക, ഇത് ഫേക്ക് അക്കൗണ്ടാണ്. അത് മാത്രമല്ല ഇവര് ID കംപ്ലീറ്റ് പിന്നെ വേറൊരാൾ ID എനിക്ക് യൂസ് ചെയ്യാനുള്ള ഫേസ്ബുക്കിന്റെ വയലേഷൻ കാരണം ഞാനത് ഉപയോഗിക്കുന്നില്ല. പക്ഷെ എന്നാലും ഞാൻ അതിന്റെ പേര് ഞാൻ മുകളിൽ എഴുതുന്നതായിരിക്കും. പക്ഷെ എനിക്ക് ഫേസ്ബുക്കിൽ വന്ന വാർണിംഗ് മെസ്സേജ് കംപ്ലീറ്റ് ഞാൻ ചെറിയ സ്ക്രീനിലായിട്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കാണിച്ചു തരുന്നതാണ്. ഞാൻ പറഞ്ഞത് ശരിയാണെന്നുള്ളതിന്റെ. അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് ഈ പേരിൽ വരുന്ന ഫ്രണ്ട് റിക്വസ്റ്റ് നിങ്ങൾ മാക്സിമം അവോയ്ഡ് ചെയ്യുക. ഇനി ഇവരുമായിട്ട് ആരെങ്കിലും ഫ്രണ്ട് ആയിട്ടുണ്ടെങ്കിൽ വേഗം അൺഫ്രണ്ട് ചെയ്തോളുക. കാരണം എന്താ വെച്ചാൽ ഞാൻ തൽക്കാലം രക്ഷപ്പെട്ടത്. എൻ്റെ അക്കൗണ്ട് മുമ്പേ ഒരു അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതാരോ ഹാക്ക് ചെയ്യപ്പെട്ടതാണ്. അന്നൊന്നും ഇത്രയും ടെക്നോളജി ഒന്നും വലുതായിട്ടില്ല. ഇന്നാണ് ടെക്നോളജി വലുതായത് കാര്യങ്ങളൊക്കെ. കാരണം എൻ്റെ അനുഭവത്തിൽ കൂടെ ഞാൻ പറയുന്നത്.